90% സാക്ഷരരും ഇടത് കോൺഗ്രസ് ജിഹാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രബുദ്ധരുടെ നാടുമായ കേരളത്തിന് തിലകക്കുറിയായി ഒരു മലയാളി. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരണ സംഘടനയായ ISISന്റെ ഇസ്ലാമിക സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ 3-ാം പതിപ്പ് കവർ ചിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ടാണ് ഈ മലയാളി പ്രബുദ്ധ കേരളത്തിന്റെ ഹീറോയായത്. 2020 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഗുരുദ്വാരയിൽ നടന്ന 25 സിഖുകാർ കൊല്ലപ്പെട്ട ചാവേർ ബോംബ് സ്ഫോടനത്തിലെ ചാവേറായിരുന്നു കേരളത്തിലെ കാസർഗോഡ് നിന്നുള്ള മുഹമ്മദ് സാജിദ് കതിരുന്മൽ എന്ന അബു ഖാലിദ് അൽ ഹിന്ദി. സംഭവം നടക്കുന്നതിന് 4 വർഷം മുൻപ് കാസർഗോഡ് നിന്നും ISISൽ ചേരാൻ പോയ 14 പേരിൽ ഒരാളാണ് കാസർഗോഡ് ഒരു കട ഉടമയായിരുന്ന ഈ ഇസ്ലാം ഭീകരൻ. കൃത്യമായി പറഞ്ഞാൽ അവിശ്വാസികളെയും ക്രിസ്ത്യാനികളെയും കണ്ടാൽ കൊല്ലണമെന്ന ഐഡിയോളജി അക്ഷരം പ്രതി നടപ്പാക്കിയ കറതീർന്ന ഇസ്ലാമിക് തീവ്രവാദി. കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മതേതര സാംസ്കാരിക നായ്ക്കളും ഈ സംഭവം അറിഞ്ഞ ഭാവം കാണിച്ചിട്ടില്ല. ഇതുവരെ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുമില്ല. ഇവിടെ ഹമാസിന് വേദി കൊടുക്കുന്ന മുസ്ലിങ്ങളെ നമുക്ക് കാണാം. പോപ്പുലർ ഫ്രണ്ടിനും SDPI പോലുള്ള തീവ്രവാദ സംഘടനകൾക്കും ഒപ്പം വേദി പങ്കിടുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാം. എന്നാൽ ഇതുപോലെ സ്വന്തം സഹജീവിയെ കൊന്നുകളഞ്ഞ ഈ തീവ്രവാദികളെ തള്ളിപ്പറയാൻ ഒരുത്തനുമില്ല. ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തി. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും താങ്ങുന്ന ക്രിസ്ത്യാനിയും ഹൈന്ദവനും ഇതിനെക്കുറിച്ച് ബോധവാന്മാർ ആയില്ലെങ്കിൽ നമുക്കും ഇതേ ഗതി വരും എന്നോർത്തുകൊള്ളൂ. നാളെ ഇയാളും കേരളത്തിലോ മലപ്പുറത്തോ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകളുടെ ആനപ്പുറത്ത് നെറ്റിപ്പട്ടമായി നമുക്ക് കാണാം. കേരളവും മലയാളി ജിഹാദികളും ഇല്ലാതെ എന്ത് തീവ്രവാദം.